ലോൺ ആപ്പുകൾ ഉണ്ടാക്കുന്ന അപകടക്കണികൾ പലപ്പോഴും ആളുകൾക്ക് ഈട് നൽകേണ്ടി വരുന്നത് അവരുടെ സ്വകാര്യതയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്രയൊക്കെയാണ് പോലീസിൻ്റെ റഡാറിൽ പെടുന്ന കേസുകൾ? നമ്മുടെ സൈബർ വിങ് വളരെ ശക്തമാണ്. ഇത്തരം ആപ്ലിക്കേഷനുകൾ കണ്ടെത്താനും കുറ്റവാളികളെ കണ്ടെത്താനുമൊക്കെ 182ഓളം ആപ്ലിക്കേഷനുകൾ പൂട്ടിക്കാൻ നമ്മുടെ പോലീസിന് കഴിഞ്ഞിട്ടുമുണ്ട്. സൈബർ ഓപ്പറേഷൻസ് മേധാവി എസ് ശ്രീജിത്ത് നമ്മളോടൊപ്പം ചേരുകയാണ്. നമസ്കാരം സർ. ഈ ഒരു വർഷം തന്നെ 3ാമത്തെ ആത്മഹത്യയാണ് ഇതുമായി ബന്ധപ്പെട്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഇടയ്ക്കൊരു ഘട്ടത്തിൽ പോലീസിൻ്റെ ഇൻ്റർഫിയറൻസ് ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഒരുപാട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ശരിക്കും ഈ പോലീസിൻ്റെ റഡാറിൽ പെടാത്ത ഒരുപാട് കേസുകൾ വരുന്നുണ്ടോ? നമുക്ക് ഫലപ്രദമായിട്ട് ഈ കേസുകൾ അന്വേഷിക്കണമെങ്കിൽ നമുക്ക് FIR ഇട്ടേ പറ്റുള്ളൂ. 15,115 പരാതികൾ നാഷണൽ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ എത്തിയതിന് ശേഷം കേവലം 284 കേസുകൾ മാത്രമേ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരകൾക്ക് പലപ്പോഴും ഭയപ്പാടാണ്. പോലീസുമായി സഹകരിച്ചാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താണ്? ഇവർ ഈട് വയ്ക്കുന്നത് കൊളാട്രൽ എന്ന് പറയുന്നത് നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ അവരുടെ സ്വകാര്യതയും അവരുടെ എന്താ പറയുക രഹസ്യ ജീവിതം നമ്മൾ പ്രൈവറ്റ് ലൈഫാണ്. അപ്പോൾ അവിടെ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളെ വക്രീകരിച്ചുകൊണ്ട് ഒരു കുടുംബ പശ്ചാത്തലത്തിലൊരു പടമെടുത്താൽ അതിനകത്തൊരു സ്ത്രീയും പുരുഷനും ഉണ്ടെങ്കിൽ അവരെ മോർഫ് ചെയ്ത് വേറെ രീതിയിലാക്കാനുള്ള സംവിധാനം ഇതെല്ലാം ഇവരുടെ കയ്യിൽ ലഭ്യമാണ്. ഈ ലോൺ എടുക്കുമ്പോൾ തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരുപാട് അനുമതികളുണ്ട്. ആ അനുമതികൾ കൊണ്ട് നമ്മുടെ ഫോണിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഇവർക്ക് കാണാനും ഉപയോഗിക്കാനും സാധിക്കും. കോൺടാക്ട് ലിസ്റ്റ് അവർക്ക് ലഭ്യമാവും. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഫലപ്രദമായി അവർക്ക് ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ അങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യുമ്പം അവർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോലീസിനെ സമീപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരു വിശ്വാസ്യത സൃഷ്ടിച്ചെടുക്കാനായിട്ടുള്ള ഭാഗമായിട്ട് ഞങ്ങൾ ഒരുപാട് ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നുണ്ട്. നമ്മൾ ഈ നടത്തിയ എടുത്ത കേസുകൾ 284 കേസുകളായിട്ട് 186ഓളം ആപ്പുകൾ നമുക്ക് പൂട്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതുമാത്രമല്ല, ദേശീയ തലത്തിൽ 1837 എണ്ണം ഇങ്ങനെ ക്ലോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ ഇതിന് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാ പോലീസുകളും തമ്മിൽ സഹകരിക്കാറുണ്ട്. എല്ലാ സൈബർ പോലീസ് വിങ്ങുകളും പരസ്പരം നല്ല സഹകരണമാണ്. അപ്പോൾ അത് ഫലപ്രദമായി നടക്കുന്നതിൻ്റെ കൂടുതൽ 5300 ചില്ലുവാനും വെബ്സൈറ്റുകൾ നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇത് ഒരിടത്ത് പൂട്ടി കഴിയുമ്പോൾ വേറൊരു സ്ഥലത്ത് അവർ വേറൊരു രീതിയിൽ പലയിടത്തും വലിയ സ്റ്റാർട്ടപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രവർത്തിക്കുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളാണെന്ന് പോലീസ് ഒരു സംസ്ഥാനത്ത് ചെന്ന് പിടിക്കുമ്പോഴേ അറിയാൻ പറ്റില്ല. അവർ ഈ ആൾക്കാരുടെ ഈ പ്രൊഫൈലുകൾ വാച്ച് ചെയ്തുകൊണ്ട് അവരെന്തൊക്കെ ചെയ്യുന്നു, അവരുടെ കഷ്ടപ്പാടെന്താണ്, അതനുസരിച്ചുള്ള വിളികളാണ് ചെല്ലുന്നത്. അപ്പം അതിനകത്ത് ഈ പ്രൊഫഷണലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പ്രൈവറ്റ് ജോലികൾ, അതായത് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരൊരു 32% ആൾക്കാർ ഇതിനകത്ത് ഇരയാവുന്നുണ്ട്. വീട്ടമ്മമാർ ഒരു 20%. വീട്ടമ്മമാരപ്പോൾ അവർക്ക് എന്താ ഗൃഹനാഥനോട് പറയാൻ പറ്റാത്ത, കുടുംബ പശ്ചാത്തലത്തിൽ പുറത്ത് പറയാൻ പറ്റാത്ത എന്തെങ്കിലും കൊച്ചു ചിലവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ചിട്ടി പിടിച്ചിട്ട് കടത്തിപ്പെട്ട് പോയിട്ടുള്ള ആൾക്കാരുണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഇവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ആപ്പുകളൊന്നും തന്നെ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ കോളുകളാണെന്നും പറഞ്ഞ് ലോക്കൽ നമ്പറിൽ നിന്ന് വരുന്ന കോളുകൾ അതിന് പ്രതികരിക്കാതിരിക്കുക. മൂന്നാമത്തെ കാര്യം, വരുന്ന ഒരു കോൾ വന്ന് അതിൽ സംസാരിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ തിരിച്ച് വിളിക്കാമെന്ന് പറയാം. മിക്കവാറും അങ്ങോട്ട് തിരിച്ച് വിളിക്കുമ്പം ഈ നമ്പർ ലഭ്യമായിരിക്കില്ല. ഏറ്റവും നല്ലത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ RBIയുടെ രജിസ്ട്രേഷനും ലൈസൻസിങ്ങും ഉള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ നമ്മൾ ആ നിബന്ധനകൾക്കനുസരിച്ച് മാത്രമേ കടമെടുക്കാൻ പാടുള്ളൂ. ഒന്നുകിൽ ഒരു നാഷണലൈസ്ഡ് ബാങ്ക്, അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്ക്, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മേഖലയിലൊരു ബാങ്ക്, അല്ലെങ്കിൽ ഒരു NBFC, ഇത്രയും വരെ അനുവദനീയമാണ്. അതിനപ്പുറത്തേക്ക് ഇങ്ങനെയൊരു ക്രെഡൻഷ്യൽസ് ഇല്ലാത്ത ഒരു സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ആപ്പിലേക്ക് നമ്മൾ പോകുന്നത് അപകടകരമാണെന്നുള്ള ഒരു അവബോധം എല്ലാവർക്കും ഉണ്ടാവണം. അതിന് സദാ ജാഗരൂകരായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. പക്ഷേ ഞങ്ങളുമായിട്ട് സഹകരിക്കണം. ഞങ്ങൾ മാത്രമേ, സൈബർ പോലീസ് ഈ കാര്യത്തിൽ അവരുടെ കൂടെ നിൽക്കുന്നത് പോലെ വേറെ ആർക്കും നിൽക്കാൻ സാധിക്കില്ല. അവരിനി എത്രത്തോളം പണം അടച്ചു തീർക്കാമെന്ന് വിചാരിച്ചാലും അത് സാധ്യമായൊരു കാര്യമായിരിക്കില്ല. കാരണം ഈ സ്വകാര്യ കാര്യങ്ങൾ അവരുടെ കയ്യിലുള്ളതുകൊണ്ട് എപ്പോഴും ബ്ലാക്ക്മെയിൽ ചെയ്യാനും അവരുടെ ജീവിതം തകർക്കാനുമുള്ള കപ്പാസിറ്റി ഈ ആൾക്കാർക്ക് കൈവരുന്നു എന്നുള്ളതാണ്. അതെ, ഇപ്പോൾ 70% ഇപ്പോൾ കൂടുതൽ അടയ്ക്കേണ്ടി വരിക. അതായത് ഇപ്പം 2000 രൂപ കടമെടുത്ത് കഴിഞ്ഞാൽ 9 ദിവസത്തിനകത്ത് 5000 രൂപ തിരിച്ചടയ്ക്കണമെന്ന് പറയുക. അപ്പം അങ്ങനെ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ കൊടുത്തു തീർന്നാൽ തീരും എന്ന് കരുതുന്നിടത്താണ് ഏറ്റവും വലിയ അബദ്ധം വരുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തീരുന്നില്ല. അവർ വീണ്ടും അടുത്ത ഓഫറുകളുമായിട്ട് വരും. ആ ഓഫറുകളിൽ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ അവർ ഭീഷണിപ്പെടുത്തും.
അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പോൾ എത്രയും പെട്ടെന്ന് പോലീസ് സംവിധാനമായിട്ട് ബന്ധപ്പെടുകയാണ് വേണ്ടത്. അവരുടെ ജീവിതത്തിൻ്റെ രഹസ്യ സ്വഭാവവും അവരുടെ ഐഡൻറ്റിറ്റിയും വരെ നമുക്ക് രഹസ്യമാക്കി വെക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞങ്ങളെ സമീപിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 15,000 പെറ്റീഷൻസ് വന്നിട്ടും കേവലം 284 FIRകൾക്ക് മാത്രമേ ആൾക്കാർ തയ്യാറാവുന്നുള്ളൂ. ഒരു FIR എന്ന് പറയുന്നതാണ് നമ്മുടെ ലീഗലായിട്ടുള്ള ഏറ്റവും വലിയ ഉപാധിയും ആയുധവും. നമുക്ക് എല്ലായിടത്തും ചെന്ന് നമുക്ക് ഇവരുടെ ഡേറ്റ ചോദിക്കാനും അന്വേഷിക്കാനും മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പോലീസ് സേനകളുമായിട്ട് സഹകരിക്കാനും ഒക്കെ നമുക്ക് ഒരു കേസ് ആവശ്യമാണ്. അപ്പോൾ വെറും ഒരു പരാതി പുറത്ത് ഞങ്ങൾ പരാതി മാത്രമേ തരുള്ളൂ, കേസ് വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുടെ എണ്ണം കുറയണം. അവർ പരാതിപ്പെടുന്നവർ തന്നെ ഇപ്പോൾ ഈ 15,000 പരാതി എന്ന് പറയുമ്പോൾ പരാതിപ്പെടുക പോലും ചെയ്യണം തീരുമാനിക്കുന്ന വേറെ വിഭാഗം ഇനിയും ബാക്കിയുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ദയവ് ചെയ്ത് നമ്മുടെ ഈ സർക്കാർ സംവിധാനങ്ങളോട് പൂർണ്ണമായി സഹകരിച്ച് മുമ്പോട്ട് പോയാൽ മാത്രമേ ഇതിനൊരു അറുതി വരുത്താൻ സാധിക്കുകയുള്ളൂ. അതിലൊക്കെ ഉപരി നമുക്ക് വിഹിതമായ പണമല്ലാതെ വേറൊന്നും നമ്മൾ കൈകൊണ്ട് തൊടില്ല എന്നുള്ള ഉറച്ചൊരു തീരുമാനവും നമ്മുടെ ജനങ്ങളുടെ ഭാഗത്തുണ്ടാവണം. പ്രധാനമായിട്ടും ഇപ്പം സാർ പറഞ്ഞ കണക്കനുസരിച്ച് 20% ആണ് വീട്ടമ്മമാർ. അതായത് 32% മറ്റ് മേഖലകളിൽ സ്വകാര്യ മേഖലകളിലൊക്കെ ജോലി എടുക്കുന്നവരുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ അതിന് വിദ്യാഭ്യാസം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ അറിവ് സൈബർ, അതായത് പിന്നെ പ്രത്യേകിച്ചും ഇത്തരം അറിവുകളുണ്ടല്ലോ, ഇത്തരം ഒരു സാക്ഷരത, അത് ഈ പറഞ്ഞ പോലെ APK ഫയലുകളായിരിക്കും പലപ്പോഴും. അതിനെ പറ്റിയുള്ള അവയർനെസ് ഒരു പക്ഷേ ആളുകൾക്ക് ഉണ്ടാവണം എന്നില്ല. അത് ഈ പറഞ്ഞതുപോലെ നമ്മൾ പറയുന്ന പോലെ പഠിപ്പുള്ള ആളുകളേക്കാൾ പഠിപ്പില്ലാത്ത ആളുകളേക്കാൾ കൂടുതൽ പഠിപ്പുള്ള ആളുകൾ ഇത്തരം കെണികളിൽ വന്ന് പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇപ്പം ആപ്പിളാണെങ്കിൽ അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാംസങ് ശരിക്കും ആൻഡ്രോയിഡ് ആണെങ്കിലും ആ ഒരു രീതിയിലേക്ക് മാറുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതിനെ ഇപ്പോൾ ഈ പ്രൊവൈഡർമാർക്കോ അതല്ലെങ്കിൽ ഈ മൊബൈൽ നിർമ്മാതാക്കൾക്കോ ഇതിനുള്ള ഒരു സംവിധാനം ഒരുക്കാനുള്ള പശ്ചാത്തലങ്ങളില്ലേ? ഇത് ഡൗൺലോഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇത് ഹാം ആവുന്ന ഒരു ആപ്ലിക്കേഷൻ ആണെന്നോ എന്നുള്ള ഒരു മെസ്സേജ് നൽകാൻ പറ്റില്ലേ? അങ്ങനെ ചെയ്യാൻ തയ്യാറാവുന്ന സർവീസ് പ്രൊവൈഡർമാരുണ്ട്. പക്ഷെ അത് ഈ അവരുടെയും പരിധി കടന്നുകൊണ്ടുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പോൾ എയർടെലിന് അങ്ങനെ ഒരു സംവിധാനമുണ്ട്. മറ്റ് ചില സർവീസ് പ്രൊവൈഡർമാരും അങ്ങനെ തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നു. അത് പൂർണ്ണമായും പ്രവർത്തനക്ഷമമായിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ. ഏതെങ്കിലും ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഇതിനൊരു അലേർട്ട് അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഒരു ഏർപ്പാടുണ്ട്. പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ടും ആൾക്കാരത് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് നേരത്തെ താങ്കൾ പറഞ്ഞ ഒരു കാര്യത്തോടെ എനിക്ക് വിയോജിപ്പുള്ളതെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം മാത്രമല്ല ഇതിനുള്ളൊരു ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. വളരെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരും ഒരുപാട് കാലം സർക്കാർ ഉദ്യോഗത്തിലൊക്കെ ഇരുന്നിട്ട് റിട്ടയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതിന് ഇരയാവുന്നുണ്ട് എന്നുള്ളതും എന്താ പറയുക, നമ്മുടെ ചില നീതിപാലകരും നിയമപാലകരും ഒക്കെ നല്ല നിയമാവബോധമുള്ള എന്താ പറയുക ന്യായാധിപന്മാരിൽ ചിലർ വരെയൊക്കെ ഇങ്ങനെ ചില പ്രശ്നങ്ങളിൽ പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവരെയൊക്കെ നമുക്ക് സഹായിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ വിദ്യാഭ്യാസത്തെക്കാൾ കൂടുതൽ ഇവർ അത്രയും എൻറ്റൈസിങ് ആണെന്നുള്ള മനസ്സിലായി. അപ്പം നമ്മൾ എന്താ പറയുക, ഒരു കാരണവശാലും നമുക്ക് അർഹതപ്പെട്ടതല്ലാത്ത വിഹിതമല്ലാത്തത്, വിഹിതമെന്ന് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരു ഫിസിക്കൽ ഏജൻസി ഉണ്ട്. നമ്മുടെ നാട്ടിൽ എന്തൊക്കെ നടത്താൻ പാടില്ല എന്ന് പറയുന്ന ഏജൻസി നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരുപാട് പരസ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവരും ഈ അവബോധത്തിന് അവർ മുമ്പിലാണ്. എന്നിരുന്നാൽ പോലും ഇതിനകത്ത് നമ്മൾ വീണ്ടും പെടുകയാണ്. അപ്പോൾ നമ്മൾ നിർബന്ധമായും ഈ തരത്തിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞില്ല, നിയമാവബോധത്തോടു കൂടി ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഞാൻ നിയമ അവബോധം എന്ന് മാറ്റി പറയും. ആ നിയമാവബോധത്തോട് കൂടിയിട്ടുള്ള നമുക്ക് നിഷ്കർഷിച്ചിട്ടുള്ള കുറേ ക്രമങ്ങളുണ്ട്, RBIയുടെ ക്രമങ്ങൾ. ആ ക്രമങ്ങളനുസരിച്ചുള്ള പണമല്ലാതെ വേറൊന്നും എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കണം. ഇപ്പോൾ ഒട്ടുമുക്കാൽ ബാങ്കുകളിലും റിലേഷൻഷിപ്പ് മാനേജേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തസ്തികയുണ്ട്. അവിടെയുള്ള ആൾക്കാർക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ച് തീർക്കാൻ പറ്റുന്ന ആൾക്കാർ അവിടെയുണ്ട്. അപ്പം അവരോടൊന്നും സമീപിക്കാതെ പെട്ടെന്ന്, അപ്പോൾ അങ്ങനെയുള്ളൊരു സംവിധാനം, പെട്ടെന്ന് ഉള്ള പരിഹാരങ്ങൾക്കൊക്കെ ദാരുണമായ പ്രത്യാഘാതങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അത് സാമ്പത്തിക ഇടപാട് എന്ന് പറയുന്നതിൽ നിന്നും മാറി ഇപ്പം മുമ്പ് നമ്മൾ കടമെടുത്തു കഴിഞ്ഞാൽ കടം തിരിച്ചു കൊടുക്കാൻ വരുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. നമ്മുടെ ജീവിതം മൊത്തം തകർക്കുമാറ്, കാരണം നമ്മുടെ മൊബൈൽ ഫോൺസ് എന്ന് പറഞ്ഞാൽ ദർ മൈൻഡ്സ് ഓഫ് ഇൻഫർമേഷൻ, നമ്മളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമ്മുടെ സ്വകാര്യ വിവരം. അപ്പോൾ ഈ സ്വകാര്യ വിവരങ്ങളിൽ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ കുടുംബ പശ്ചാത്തലത്തിലുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ട്വീക്ക് ചെയ്താൽ മതി. ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥവും മാനവും മാറിപ്പോകും. പിന്നെ നമുക്ക് എങ്ങനെ ഇനി മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്നുള്ള ഒരു വെപ്രാളത്തിലാണ് പിന്നെ ജീവിതം മുമ്പോട്ട് പോകുന്നത്.
അങ്ങനെ പോകുന്ന ആൾക്കാരെ പൂർണ്ണമായും ഇവരുടെ കടക്കണിയിലാക്കി ഇവരുടെ വരുതിക്ക് കൊണ്ടുവന്ന് അവർ പറയുന്നതെല്ലാം ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കരുത്ത് ഇവർക്ക് വരികയാണ്. അപ്പോൾ അതിന് നമ്മൾ ശക്തമായി നഖശികാന്തം നമ്മൾ നേരത്തെ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞൊരു ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പോൾ അത് തുലവും കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പം ഭയങ്കരമായ പരസ്യം ആൾക്കാർക്ക് അതിന് നിന്നു എന്ന് പറയാനുള്ള ധൈര്യം എനിക്കിപ്പോഴും ആയിട്ടില്ല. എന്നാൽ പോലും മുമ്പുള്ളതിൻ്റെ അത്രയും ഇല്ല. അതെ. അപ്പോൾ അതുപോലെ ഒരു അവയർനെസ് ഇതിനും വന്നേ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ സൈബർ പ്രൊഫഷണൽസ് ആയിട്ടുള്ള എൻ്റെ കൂട്ടുകാരും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരും പറയും, അപ്പോൾ സാർ അവരത് പുതിയ സംവിധാനം തുടങ്ങും. നമ്മളങ്ങനെ ഈ ഡിജിറ്റൽ യുഗത്തിൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേവലം ഇപ്പം ഞാനൊക്കെ ജനിച്ച ലോകത്ത് ഇല്ലാതിരുന്ന ഞങ്ങളൊക്കെ ഡിജിറ്റൽ നേറ്റീവ്സ് അല്ല, നമ്മൾ ഡിജിറ്റൽ ഇമിഗ്രൻസ് ആണ്. ഞങ്ങൾ ജീവിച്ച് വന്ന കാലത്താണ് നമ്മൾ ഈ ഡിജിറ്റൽ യുഗം കാണുന്നത്. എന്നാൽ ഇപ്പോൾ ഉള്ള ആൾക്കാർ ജനിച്ച് വീഴുന്ന തന്നെ ഡിജിറ്റൽ ലോകത്തേക്കാണ്. അപ്പം വളരെ ക്ഷമ കുറയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ പണ്ട് ഇപ്പോഴും ഓർക്കാറുണ്ട്, ഒരു സിനിമ കാണണമെങ്കിൽ ഒരാഴ്ചയൊക്കെ കാത്തു കയറേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം പോയി ക്യൂ നിന്ന് ചിലപ്പോൾ ടിക്കറ്റ് കിട്ടില്ല. ഇപ്പോൾ എല്ലാവരും ഡിജിറ്റലായിട്ട് ഒരു ടിക്കറ്റ് എടുത്ത് റിക്ലൈനർ സീറ്റാണെന്ന് ഉറപ്പ് വരുന്നാൽ മാത്രം സിനിമയ്ക്ക് പോകുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത്. ശബരിമലയിൽ പോലും ഞാൻ കാണുന്നു ഒരു വെർച്വൽ ക്യൂ ബുക്കിംഗ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇപ്പോൾ ഞാനൊക്കെ കഴിഞ്ഞ് ചെറുപ്പകാലത്ത് ശബരിമലയ്ക്ക് പോയിട്ടുള്ളപ്പോൾ 48 മണിക്കൂറോളം ക്യൂ നിന്നിട്ടുള്ള സന്ദർഭങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ആ 2 മണിക്കൂർ എന്ന് പറയുന്ന സ്ലോട്ട് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞാൽ അക്ഷമരായിട്ട് ഇരിക്കുന്ന ഒരാൾക്കാർ. അപ്പോൾ ആ ഒരു ജനതയെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. മനുഷ്യരുടെ ക്ഷമ കുറവ്, കാത്തിരിക്കാനുള്ള ബുദ്ധിമുട്ട്, കഷ്ടപ്പെടാനുള്ള ബുദ്ധിമുട്ടിനെ മുതലെടുക്കുന്ന ഒരു ലോൺ ഷാർക്സ് ഇവിടെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജനതയ്ക്ക് ഉണ്ടാവണം. പ്രധാനമായിട്ടും ഇപ്പം ഇത്രയും അധികം ആളുകൾ ഇതിൽ ചെന്നപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നൊരു അവെയർനെസ് എന്നുള്ള നിലയിൽ സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്നൊരു അലേർട്ടായിരിക്കുക എന്നൊരു സാഹചര്യമുണ്ടല്ലോ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഡിജിറ്റൽ ലിറ്ററേറ്റ് ആയിട്ടുമുള്ള ആളുകളൊക്കെ ഇതിൽ ചെന്നപ്പെടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു മാക്സിമം ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇതിനെ തടുക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പം ഈ ഡാർക്ക് നെറ്റ് വഴിയുള്ള അവരുടെ ഒരു സർവേലൻസിലാണ് ആളുകൾ, അതല്ലെങ്കിൽ ഇൻ്റർനെറ്റിലുള്ള ഇത്തരം ആളുകളുടെ സർവേലൻസിലാണ്. അതുകൊണ്ടാണല്ലോ ഈ പൈസ ആവശ്യമുള്ള ആളുകളിലേക്കാണല്ലോ ഇത് പെട്ടെന്ന് എത്തുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്താണ് നമുക്ക് പെട്ടെന്ന് ഇത് എന്താ പറയുക, ഒരു ക്യാപ്സ്യൂൾ പോലത്തെ ഒരു അവയർനെസ് എന്നുള്ള നിലയിൽ? താങ്കൾ നേരത്തെ പറഞ്ഞ ലിറ്ററസി എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ലിറ്ററസി എന്നുള്ള വാക്ക് വളരെ ശരിയായൊരു വാക്കാണ്. ഡിജിറ്റലായിട്ടുള്ള ലിറ്ററേറ്റ് ആവുന്നത് പല മുതിർന്ന ആൾക്കാരും പറയുന്ന കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഇൻ്റർനെറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇനിയിപ്പം ഞാനിതൊക്കെ പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ്, അങ്ങനെ പറയാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. നമ്മുടെ വീട്ടിനകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും, നമ്മളൊരു വാഷിംഗ് മെഷീൻ ആണെങ്കിലും ഫ്രിഡ്ജാണെങ്കിലും ഒരു വണ്ടി ആണെങ്കിലും ഇപ്പോൾ ഡിജിറ്റലിയാണ്. അപ്പോൾ ആ മിനിമം ഡിജിറ്റൽ ലിറ്ററസി എല്ലാവർക്കും അത്യന്താപേക്ഷിതമാണ്. ആ ഡിജിറ്റൽ ലിറ്ററസിയുടെ ഭാഗമായിട്ട് നമ്മൾ പറയുന്ന ഒരു എന്താ പറയുക, വേദാന്തത്തിലൊരു വാക്ക് കടത്തിൽ അപരിഗ്രഹം എന്ന് പറയും. നമ്മുടേതല്ലാത്ത മേഖലകളിൽ ഞാൻ പലയിടത്തും നമ്മൾ ഈ ഡിജിറ്റലായിട്ടുള്ള ഇൻ്റർനെറ്റിനെ കുറിച്ച് നമ്മൾ കോളേജുകളിൽ സ്കൂളിലൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇൻ്റർനെറ്റ് വെറുതെ ഉപയോഗിക്കാൻ പാടില്ല. ഇൻ്റർനെറ്റ് വളരെ നല്ല കാര്യമാണ്, നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഞാൻ കുട്ടികളോട് പറയുന്നൊരു കാര്യമുണ്ട്, അത് മുതിർന്നവരും പാലിക്കണമെന്നാണ്. നമ്മൾ നെറ്റിൽ കയറുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഐപാഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തിനു വേണ്ടിയാണ് ഓൺ ചെയ്യുന്നതെന്നുള്ള എനിക്ക് ബോധ്യം ഉണ്ടാവണം. പറ്റുമെങ്കിൽ രേഖപ്പെടുത്തി വയ്ക്കണം. ആ രേഖപ്പെടുത്തി വയ്ക്കുന്ന പർപ്പസിന് മാത്രമേ ഇൻ്റർനെറ്റിൽ പോകാവൂ. അത് കഴിഞ്ഞാൽ പുറത്തിറങ്ങണം. സാധാരണ ഈ ബ്രൗസിങ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. ഫ്രീ ആയിട്ട് ബ്രൗസ് ചെയ്തിട്ട് ആവശ്യമുള്ളത് ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ മേഖലകളിലും നമ്മളിങ്ങനെ സഞ്ചരിക്കും. ഇത് അനന്തമായൊരു മേഖലയാണ്. ആ പരിപാടി നിർത്തണം. ഇത് ഒരു നല്ല ടൂളാണ് മനുഷ്യൻ്റെ ഉന്നമനത്തിനും വിദ്യാഭ്യാസത്തിനും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തൊരുമിക്കാൻ, ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അലുമിനൈ ഗ്രൂപ്പുകളെല്ലാം നെറ്റ് വഴി, ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ സ്കൂളിലെ സുഹൃത്തുക്കളെയൊക്കെ പണ്ട് നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്, ബന്ധം നിലനിർത്തുന്നുണ്ട്. അത് നല്ല കാര്യം. പക്ഷെ അതിൻ്റെ കൂട്ടത്തിലുള്ള ചതിക്കുഴികളിൽ ഒന്നാണ് ഇങ്ങനെയുള്ള വലിയ വലിയ പ്രശ്നങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വളരെ പർപ്പസ്ഫുള്ളായിട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തിനു വേണ്ടിയാണ് നെറ്റ് എന്ന് ഞാൻ തീരുമാനിക്കണം. എനിക്കൊരു പേന മേടിക്കണം, ഞാൻ ആമസോണിൽ കയറുന്നു, പേന മേടിക്കുന്നു, പുറത്തിറങ്ങുന്നു. പിന്നെ അവിടെ കിടന്ന് വേറെ മറ്റ് കുക്കീസിൻ്റെ പുറകെ പോകരുത്. പല പോപ്പപ്സും വരും. നമുക്ക് ആവശ്യമില്ലാന്ന് തീരുമാനിക്കണം. ഇങ്ങനെയുള്ള ഒരു സൈബർ ഡിസിപ്ലിൻ നമ്മുടെ നാട്ടിൽ ഉണ്ടായി വരേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ DDAD എന്ന് പറഞ്ഞിട്ടൊരു ഡിജിറ്റൽ ഡി അഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട് നമ്മൾ, പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഈ ഡിജിറ്റലായിട്ടുള്ള സാധനങ്ങളില്ലെങ്കിൽ നമുക്കെന്തോ സംഭവിക്കുന്നു എന്നുള്ള രീതിയിലുള്ള, നമ്മൾ ഡിജിറ്റൽ അല്ലാതെ ജീവിക്കാൻ പഠിക്കണം.
അതിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ അല്ലാതെ ജീവിക്കാൻ പഠിക്കണമെന്ന് ഞാൻ പറയുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നുമെങ്കിലും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും ഡിജിറ്റലാണ്. ഇപ്പോൾ നമുക്ക് ഡിജിറ്റൽ അല്ലാതെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ഒരു ഭക്ഷണം ഓർഡർ ചെയ്യുന്നത് വരെ പണ്ട് ഭക്ഷണം. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല, വളരെ പേർപ്പസ്ഫുള്ളായിട്ട് മാത്രം ഡിജിറ്റൽ സാമഗ്രികൾ ഉപയോഗിക്കുകയും അതിൻ്റെ മുകളിലുള്ള അഡിക്ഷൻ, അതായത് നമ്മളൊരു ദിവസം പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ സ്ക്രീൻ ടൈം എത്രയാണ് എന്നുള്ളത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു 2 മണിക്കൂർ കൂടുതൽ സ്ക്രീൻ ടൈം ഉപയോഗിക്കേണ്ട ആവശ്യം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ബാക്കി നമ്മൾ വായനയിലൂടെ. അപ്പോൾ ഇപ്പം വേറെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടം കൂടെ കഴിഞ്ഞപ്പോൾ, കോവിഡ് കാലഘട്ടം വരെ നമ്മൾ മൊബൈൽ ഫോണുകൾ സ്കൂളുകളിൽ കോളേജിൽ നിരോധിക്കണം എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരാണ്. പിന്നെ ഇപ്പം എന്തായി, മൊബൈൽ ഫോണുകൾ കൊടുക്കണമെന്നായി. ഞങ്ങൾ തന്നെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഏകദേശം ഒരു എന്താ പറയുക, ഒരു 5000-ഓളം മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളും നമ്മൾ സ്കൂളുകളിൽ വിതരണം ചെയ്തിട്ടുണ്ട്, നമ്മൾ ആ കോവിഡ് സമയത്ത് കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ആയിട്ട്. അപ്പം ഇനി ആ ഡിജിറ്റൽ യുഗം ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ട് ആ ഡിസിപ്ലിൻ, സൈബർ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വളരെ നിർണായകമാണെന്ന് ആൾക്കാർ മനസ്സിലാക്കിയിട്ട്, ഞാൻ പറയുന്നത് പറ്റുമെങ്കിൽ എന്തിനു വേണ്ടി നെറ്റ് തുറന്നാൽ എന്തിനു വേണ്ടി എന്ന് എഴുതി വെക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുന്നത് വളരെ നന്നായിരിക്കും. ഞാൻ സത്യം പറഞ്ഞാൽ എഴുതി വെക്കാമെന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ എഴുതി വെക്കാൻ പറഞ്ഞാൽ പോലും എന്തായിരുന്നു, നെറ്റിലടിച്ച് നമ്മൾ ഫോണിലടിക്കുക, ആ മാറ്റിയിട്ട് ഇപ്പോഴും കടലാസും പുസ്തകവും തന്നെ ഉപയോഗിക്കണം. അത്തരം കാര്യങ്ങൾക്ക് മാത്രം. ഇനി അതിന് കടലാസ് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ ഈ പിന്നെ എന്താ ഡിജിറ്റൽ നോട്ട് പാഡുകളുണ്ട്, അത് വേറെ മേടിച്ച് അതിനകത്ത് എഴുതി വെക്കുക, എന്തിനു വേണ്ടി ഞാൻ നെറ്റിൽ കയറി, എത്ര നേരം കയറി എന്നുള്ള ഒരു തിരിച്ചറിവ്. അത് ദിവസവും വൈകുന്നേരം ഇരുന്ന് മോണിറ്റർ ചെയ്യുന്നൊരു, തന്നെത്താൻ നോക്കിയാൽ മതി, വേറെ ആരെയും നമ്മൾ ബോധ്യപ്പെടുത്താനല്ല. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലേ ഇതിനൊരു പരിധി വരെ ഒരു അറുതി വരുള്ളൂ. പിന്നെ ഈ ഡിജിറ്റൽ ഗെയിംസ് എന്ന് പറയുന്ന സാധനം വളരെ അഡിക്റ്റീവാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ മയക്കുമരുന്ന് വളരെ മാരകമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്, മദ്യപാനം മാരകമാണ് എന്ന് നമ്മൾ പറയും. അതിനേക്കാളൊക്കെ മാരകമായിട്ട് നമ്മൾ ഗ്രസിക്കാൻ പോകുന്ന ഒരു വലിയ വിപത്താണ് സൈബർ അഡിക്ഷൻ എന്നുള്ളത്. സൈബർ അഡിക്ഷന് വേണ്ടിയിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ ഒരുപാട് ക്ലിനിക്കുകൾ വിദേശത്തൊക്കെ ഉണ്ട്. ഇപ്പം പ്രത്യേകിച്ച് ഞാൻ അടുത്ത കാലത്ത് വായിച്ചിരുന്നു, നമ്മൾ ഇറാഖിൽ US യുദ്ധം നടത്തുന്ന കാലത്ത് അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് അവനവൻ്റെ ഈ നെറ്റ് ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടാതെ പോയ ആൾക്കാർക്ക് വന്നിട്ടുള്ള മാനസിക വിഭ്രാന്തിയുടെ കഥകൾ. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഈ ലോകത്ത് നിലവിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ ഡിസിപ്ലിൻഡായിട്ട് സൈബർ ലോകത്ത് വിഹരിക്കുക എന്നുള്ളതല്ലാതെ ഇതിൻ്റെ ഒരു ഒറ്റമൂലി വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ തീർച്ചയായിട്ടും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പോലീസ് നിങ്ങളുടെ കൂടെ ഉണ്ട്, ഒരു സംശയവും വേണ്ട. പക്ഷേ ആ പ്രശ്നം വരുത്താതിരിക്കാൻ, പ്രിവെൻഷൻ ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമ്മൾ പറയുന്ന രീതിയിൽ ആ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാനായിട്ട് നമ്മളിപ്പോൾ സ്കൂളുകളിലൊക്കെ ഈ അവബോധം നടന്ന ഞങ്ങളുടെ പ്രൊഫഷണൽസ് കൂടെ എല്ലായിടത്തും ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട്. ഒരു പരിധിവരെയൊക്കെ അവർ കേട്ടോണ്ടിരിക്കും കുട്ടികളെന്നല്ലാതെ അവർക്ക് നമ്മളെക്കാളും വിവരമുണ്ട് പല കാര്യങ്ങളിലും. ഡിജിറ്റലി ദി ആർ മോർ ലിറ്ററേറ്റ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ഡിസിപ്ലിൻ അല്ലാതെ വേറെ ഇതിന് വഴിയില്ല എന്നുള്ളതാണ് എനിക്ക് ആത്യന്തികമായി പറയാനുള്ളത്. താങ്ക് യു സാർ. ഏതായാലും ശ്രീ സാർ പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങൾക്കൊപ്പം എപ്പോഴും പോലീസ് കൂടെയുണ്ട്. ആ ഓർമ്മ എല്ലാവർക്കും ഉണ്ടാവണം. പ്രത്യേകിച്ചും ഒരു ജീവൻ പൊലിയുന്നതിനേക്കാൾ നല്ലത് ഇത്തരം അപകടകാരികളായ ആളുകളെ കൊടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള മിനിമം ഉത്തരവാദിത്തം. ക്യാമറമാൻ NR മനോജിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി.